മുണ്ടക്കയും ചൂരൽമലയും എന്നും മനുഷ്യ മനസ്സുകൾക്കുള്ളിൽ നീറുന്ന ഓർമ്മയാണ്. എത്ര ശ്രമിച്ചാലും ഓരോ മഴയും ആഞ്ഞടിക്കുന്ന കാറ്റും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഭയാനകമായ ഓർമ്മ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, കൺമുന്നിൽ പ്രിയപ്പെട്ടവർ മരണത്തിലേക്ക് പോകുന്നവർ, കാണേണ്ടി വന്നവർ. ഒരായുഷ്കാലം മുഴുവൻ ചേർത്തു വെച്ചതെല്ലാം മണ്ണായി തീർന്നത് കൺമുന്നിൽ നിന്നും മായാത്തവർ. മണിക്കൂറുകൾക്കുള്ളിൽ ഒരു നാടിന്റെ ഹൃദയത്തെ കീറിമുറിച്ച് ചാലിയാർ കടന്നുപോയി. വർഷങ്ങളായി കാണുന്ന മലയാണ്, പുഴയാണ്, ഇതുവരെയും ചേർത്ത് നിർത്തിയ ഇടമാണ്. പക്ഷെ തണലായി നിന്നിടം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ചെളി നിറഞ്ഞ കല്ലും പാറയും ചിന്നിച്ചിതറിയ ശ്മശാനം പോലെയാകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. 2 തവണയാണ് ഉരുൾപൊട്ടിയത്. ആദ്യത്തേത് സംഭവിച്ചതിന് പിന്നാലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് നിർദ്ദേശങ്ങൾ നൽകിയവരുമുണ്ട്. പാതിരാത്രിയിൽ ഉറക്കം മറന്ന് ഭയം മാറ്റി നിർത്തി സഹജീവികളോടുള്ള കടമ നിർവഹിക്കാൻ ജീവൻ പണയം വെച്ചും പ്രകൃതിയുടെ സംഹാര രൂപത്തിനെതിരെ പ്രതിരോധം തീർത്തവരുണ്ട്. തന്റെ കുടുംബം മാത്രം സുരക്ഷിതമായാൽ പോരെന്ന് ഓർത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇറങ്ങി തിരിച്ചവരുമുണ്ട്. ദുരന്തത്തിൽ 298 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഔദ്യോഗിക കണക്ക്. 400ഓളം കുടുംബങ്ങളാണ് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടത്. വയനാട്ടിൽ 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് ജൂലൈ 29-ന് പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കൈ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജൂലൈ 30-ന് പുലർച്ചെ 1:40-നാണ് ഉരുൾപൊട്ടലുണ്ടായത്. തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. രാവിലെ 4:10-ന് ചൂരൽമലയിൽ 2ാമത്തെ ഉരുൾപൊട്ടലുമുണ്ടായി. മുണ്ടക്കൈ പുഴ വഴിമാറി ഒഴുകിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന പാലം തകർന്നു. വെള്ളാർമല GVHS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ഗതാഗത സംവിധാനങ്ങളെല്ലാം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. മലവെള്ളപ്പാച്ചിലിൽ ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകി നടന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഇന്ത്യൻ സൈന്യം 24 മണിക്കൂർ കൊണ്ട് ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബെയിലി പാലം നിർമ്മിച്ചു. സൈന്യത്തിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കുമൊപ്പം യുവജന സന്നദ്ധ സംഘടനകളും ചേർന്നതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി. ദുരന്തമുണ്ടായി 1 വർഷം പൂർത്തിയാകുന്ന ദിവസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു വീട് പോലും നിർമ്മിക്കാൻ സാധിച്ചില്ലെന്ന വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്കൊടുവിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഉരുൾ സകലതും വിഴുങ്ങിയെങ്കിലും നാട് നടുങ്ങിയ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ ഉരുൾ പ്രാണനെടുക്കാത്തവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ദുരന്തം നടന്ന 1 മാസത്തിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകളെ പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും 6000 രൂപ വീതം സർക്കാർ നൽകി വരുന്നുണ്ട്. കൂടാതെ ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവർക്ക് SDRF-ഉം CMDRF-ഉം ഉപയോഗിച്ച് 10000 രൂപയുടെ സഹായങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകി. എല്ലാ ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ 2 പേർക്ക് 300 രൂപ വീതം അനുവദിച്ചു. പൂർണ്ണമായും ആശുപത്രി കിടക്കയിൽ കഴിയുന്നവരുടെ സഹായികളായി ഒപ്പം നിൽക്കുന്നവർക്ക് 300 രൂപ വീതം നൽകി. വിവിധ സംഘടനകളും രാഷ്ട്രീയ നേതൃത്വങ്ങളും സർക്കാരും ചേർന്ന് ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചില വ്യക്തികളും ചെറു സംഘടനകളും ഇതിനകം ഭവന നിർമ്മാണം പൂർത്തിയാക്കി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദുരന്ത ബാധിതർക്കുള്ള ജീവനോപാധികൾ കണ്ടെത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകി. അടിയന്തര ധനസഹായവും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രാവീണ്യം കാട്ടിയെങ്കിലും സ്ഥിരം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ ആളുകൾ വ്യാകുലരാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ അടിയന്തര സഹായവും, പരിക്കേറ്റവർക്ക് മെഡിക്കൽ സഹായവും, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുനർനിർമ്മാണവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തം നടന്ന ഒരാണ്ടായിട്ടും പ്രഖ്യാപനങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്.